ഹലോ മക്കളെ, നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് 10ാം ക്ലാസ് മാത്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ ഒരു 2 ചോദ്യങ്ങളാണ് വരിക. മിക്കവാറും വരലത് ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കെന്നും അതുപോലെ തന്നെ ലാസ്റ്റ് ടോപ്പിക്കെന്നുമാണ് ഓരോ ചോദ്യങ്ങൾ വരിക. ഓക്കെ, ഒരു 6 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഇത്തരം ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കൂ. നമ്മൾ സ്റ്റാറ്റിക്സ് സ്ഥിതിവിവര കണക്കിൽ പഠിക്കുന്നത് മീനും മീഡിയനാണ്, മാധ്യവും മധ്യമവുമാണ്. ഓക്കെ, അപ്പോൾ ഈ മാധ്യം അതേപോലെ മീൻ എന്ന് പറയുന്നത് അങ്ങനെ കൂടുതലായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതുകൊണ്ട് ഈ വർഷം കൂടുതലായിട്ടില്ലെങ്കിൽ പോലും അതും കൂടെ പറഞ്ഞിട്ട് അത് വെച്ചിട്ടുള്ള ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇതാ ഒരു ചോദ്യം കണ്ടോ. ഇപ്പോൾ ചോദ്യത്തിൽ ഇൻ ആൻ എക്സാമിനേഷൻ സ്കോപ്സ് ഒബ്റ്റെയിൻഡ് ബൈ 11 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. കണക്ക് പരീക്ഷയ്ക്ക് ഒരു ക്ലാസ്സിലെ 11 കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ചുവടെ കൊടുത്തിരിക്കുന്നു. ആ മാർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ മീൻ സ്കോർ എന്നാണ്. സ്കോറുകളുടെ മാധ്യം കാണുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ മാധ്യം മീൻ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ആവറേജ് ആണ്, ശരാശരിയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ തന്നിട്ടുള്ള മാർക്കുകളൊക്കെ കൂട്ടുക, തന്നിട്ടുള്ള മാർക്കുകളെല്ലാം പാടെ സം ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കളയേണ്ടതെന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആ മാർക്ക് മുഴുവനായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് 341 എന്ന് കിട്ടും. അതിൽ ടോട്ടൽ 11 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞ്, അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 31ആണ്. ഇതാണ് അതിൻ്റെ മീൻ, അതായത് മാധ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ്സ് മീഡിയൻ എന്നാണ്. അതിൻ്റെ മധ്യമം കണ്ടെത്തുക എന്നുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ ആ മീഡിയൻ മധ്യമം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള വാല്യൂസിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, ചെറിയ വാല്യൂയിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത്. ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാല്യൂസ് ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ഓർഡറിലാക്കി മാറ്റാൻ മറക്കരുത്. അങ്ങനെ ഓർഡറിലാക്കി നമ്മൾ മാറ്റി വെച്ചതാണ് ഇത്. ഓക്കെ, ഇനി ഇതിൻ്റെ നടുക്ക് കാണുന്ന വാല്യൂ ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ, മധ്യമം എന്ന് പറയുന്നത്. നടുക്ക് കാണുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ മീഡിയൻ, മധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ നടുക്കുള്ള എങ്ങനെ കണ്ടെത്താം? അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യണം എന്നില്ല. ഇതിൽ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ആദ്യം എന്ത് ചെയ്യുക അറിയാം, ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇതേ ഓർഡറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരിക. കണ്ടില്ലേ, ഒരേ ഓർഡറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് വന്നപ്പോൾ നടുക്കൊരു വാല്യൂ ഉണ്ട് അല്ലേ. ഈ വാല്യൂവിനെയാണ് നമ്മൾ ഇതിൻ്റെ മീഡിയൻ, മധ്യമം എന്ന് പറയുന്നത്. മീഡിയൻ മധ്യമം എന്ന് പറയുന്നത് 31 ആണ്, 31. ഓക്കെ, അപ്പോൾ ആ നടുക്കുള്ള വാല്യൂ എഴുതാൻ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഫസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ ഓരോന്നും ഓർഡറിൽ ഇങ്ങനെ ടിക്കിട്ട് വന്നാൽ മതി. എന്നിട്ട് കറക്റ്റ് നടുക്കുള്ള അത് ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ മധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചില ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, നടുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. അതായത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കും, ഇരട്ട സംഖ്യകളായിരിക്കും ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നടുക്കുള്ള 2 എണ്ണം തമ്മിൽ ആഡ് ചെയ്യുക, 2 എണ്ണം തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മീഡിയൻ, മധ്യം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തിനെ ചെറുതെന്ന് വലുതിലേക്ക് എഴുതി. ഏറ്റവും ചെറുത് 13, 20, 30, 30. എന്ത് ചെയ്യും? 30 മനസ്സിലായോ? അതായത് 30 ഇവിടെ 2 എണ്ണം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 30 ആ 2 എണ്ണം എഴുതി വെച്ചു കേട്ടോ. ദെൻ 45, 50, 53, പിന്നെ 56 ഇതേപോലെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതാണ് 56 എന്ന് എഴുതി വെച്ചത്. പിന്നെ 66, പിന്നെ 70 ഇങ്ങനെ എഴുതി വെച്ചു അല്ലേ. ദെൻ അടുത്തത് ഇതിൻ്റെ മീഡിയം കാണണം, മധ്യമം കാണണം. മധ്യമം കാണാൻ വേണ്ടി നടുവത്ത് കിട്ടണം അല്ലേ. എങ്ങനെ കിട്ടുക? ഈ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ടിക്കറ്റ് ഇങ്ങനെ ഓരോന്നും ടിക്കറ്റ് വരിക. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ടിക്കറ്റ് വരുമ്പോൾ അവസാനം നടുവത്തെ 2 എണ്ണത്തിലേക്ക് എത്തും അല്ലേ. അപ്പോൾ നടുക്ക് 1 അല്ല ഉണ്ടാവുക, 2 എണ്ണം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മീഡിയൻ, മധ്യം എന്ന് പറഞ്ഞാൽ 50ഉം 53ഉം തമ്മിൽ കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50ഉം 53ഉം കൂട്ടുമ്പോൾ 103. 103നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 51.5 എന്ന് കിട്ടും. 51.5 എന്ന് കിട്ടും. അപ്പോൾ 51.5 ഇതിൻ്റെ മീഡിയൻ, മധ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, 50ൻ്റെയും 53ൻ്റെയും ഇടയ്ക്ക് 51.5 തന്നെയല്ലേ ഉണ്ടാവുക.
അപ്പോൾ അതിൻ്റെ മീഡിയൻ മധ്യമം എന്ന് പറയുന്നത് 51.5. ഇനി നമ്മൾ ടേബിളിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ടേബിളിൽ ഞാൻ പറഞ്ഞു മോളോട് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നും ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്നുമാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത്. സെൻറ്റർ ടോപ്പിക്കിൽ നിന്ന് സാധാരണ വന്നു കണ്ടിട്ടില്ല. ഇനി അഥവാ എങ്ങാനും വന്നെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കും കൂടെ ഇതാ പറയുന്നു. അപ്പോൾ ഒരു ചോദ്യമേ ഉള്ളൂ. ഇതൊരു മാർക്കുമാണ്, കുട്ടികളുടെ എണ്ണവുമാണ്. ഓക്കെ, ദ മാർക്സ് ഓഫ് വിച്ച് സ്റ്റുഡൻറ്റ് ഈസ് ദ മീഡിയൻ. എത്രാമത്തെ കുട്ടീൻ്റെ മാർക്കാണ് മീഡിയൻ ആയിട്ട് വരിക എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മീഡിയൻ ആയിട്ട് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാറിയോ? അതിനൊരു ഇക്വേഷങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ അത്? എ കണ്ടെത്താൻ n+1/2 കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് നമുക്ക് പറയാം കേട്ടോ. അത് ആദ്യം ഒന്ന് എഴുതാം നമുക്ക്. ആദ്യം ഇവിടെ 2 30ൻ്റെ നേരെ 2. അപ്പോൾ ഈ ടേബിൾ നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ പുതിയൊരു ടേബിൾ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ എഴുതുന്നു അപ് ടു 30, 30 വരെ മാർക്കുള്ളവർ. 30 വരെ കേട്ടോ, 30 വരെ മാർക്കുള്ളവർ. അപ് ടു 30, 30 വരെ മാർക്കുള്ള കുട്ടികൾ. ആ കുട്ടികൾ എത്ര ഉണ്ട് ഇവിടെ? 2 ഉള്ളത്. അപ്പോൾ 2 എഴുതി, 2 എന്ന് എഴുതി. ഇനി ഇതേപോലെ അപ് ടു 41, 41 വരെ എന്ന് പറയുമ്പോൾ 41 വരെ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ 2ഉം 4ഉം കൂടെ കൂട്ടണം അല്ലേ? ഈ 2ഉം 4ഉം കൂടെ കൂട്ടണം, 6 കിട്ടുക അല്ലേ? അപ്പോൾ 6 ഇവിടെ എഴുതി. ഞാൻ അടുത്തത് അപ് ടു 31, 31 വരെ എന്ന് പറയുമ്പോൾ ആ 6ക്ക് ഈ 3 കൂട്ടണം, അപ്പോൾ 9 എന്ന് കിട്ടും അല്ലേ? 9 എന്ന് കിട്ടും. അപ് ടു 47 എന്ന് പറഞ്ഞാൽ ആ 9ക്ക് ഈ 9ക്ക് ഈ 5 കൂട്ടണം, അപ്പോൾ 14 എന്ന് കിട്ടും, 14 എന്ന് കിട്ടും അല്ലേ? ഞാൻ അടുത്തത് അപ് ടു 24, 24 വരെ എന്നാണെങ്കിൽ ആ 14ക്ക് ആരെ കൂട്ടണം? 8 കൂട്ടണം. 14ക്ക് 8 കൂട്ടുമ്പോൾ 22 എന്ന് കിട്ടും, 22 എന്ന് കിട്ടും. ലാസ്റ്റ് അപ് ടു 31, 31 വരെ എന്ന് പറയുമ്പോൾ ആ 22ക്ക് ഈ 3ഉം കൂടെ കൂട്ടണം, 3 കൂട്ടുമ്പോൾ 25 എന്ന് കിട്ടും. എടാ ഇത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ് 25 എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൻ്റെ പൊസിഷൻ, ഇതിൻ്റെ മീഡിയൻ്റെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടി ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ മാർക്ക് ഓഫ് വിച്ച് സ്റ്റുഡൻറ്റ് ഈസ് ദ മീഡിയൻ. എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമ മാർക്കായി വരുന്നത് എന്ന് കണ്ടെത്താൻ n+1/2 ചെയ്യണം. n+1/2 ചെയ്യണം. n എന്ന് പറഞ്ഞാൽ ഈ 25. അപ്പോൾ 25 + 1/2. 25 + 1 പറഞ്ഞാൽ 26. 26/2 എന്ന് പറഞ്ഞാൽ 13. അപ്പോൾ 13ാമത്തെ സ്ഥാനത്തുള്ള 13ാമത്തെ പൊസിഷനിലുള്ള ആളുടെ മാർക്കാണ് അതിൻ്റെ മീഡിയൻ, മധ്യമമായിട്ട് വരിക കേട്ടോ. അങ്ങനെയാണ് എ കണ്ടെത്തുക. ഇവിടെ ഇപ്പോൾ 26 ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് 26/2 എന്ന് ചെയ്താൽ മതി കേട്ടോ, ഈ ചോദ്യത്തിലാണെങ്കിൽ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ബി ക്വസ്റ്റ്യൻ്റെ മീഡിയം കണ്ടെത്താൻ, മധ്യമം കണ്ടെത്താൻ. അത് കണ്ടെത്താൻ എളുപ്പമാണ്. ഈ 13 എന്ന് പറഞ്ഞ നമ്പർ വരിക ഇതാ ഇവിടെ 9 വരെയുള്ളത്. 10, 11, 12, 13, 14 അതൊക്കെ വരിക ഇതിലാണ്, ഈ 14 എന്ന് പറഞ്ഞ കോളത്തിലാണ്. ഇനി 15 തൊട്ട് 16, 17, 18, 19, 20, 21, 22 വരെ പെടുക ഇതിലാണ്. മനസ്സിലായോ? ഇത് വന്നത് 13 13 ഇതിലാണ് പെടുക അല്ല, 9ന് ശേഷമുള്ളത് 14 പെടുക 13. അപ്പോൾ ഈ 14ൻ്റെ നേരെ ഉള്ളത് എത്രയാ? 47, 47. അപ്പോൾ അതിൻ്റെ മീഡിയൻ, മധ്യമം എന്ന് പറഞ്ഞാൽ 47 ആണ്, 47 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത ടേബിളിൽ തന്നിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ക്ലാസ് ആയിട്ടാണ്, വിഭാഗമായിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ചിൽഡ്രൻ ആർ പ്ലേസ്ഡ് ഇൻ ഓർഡർ ഓഫ് ഹൈറ്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ചൈൽഡ് ഹൂ ഹാസ് മീഡിയൻ ഹൈറ്റ്? മലയാളം മീഡിയം ഇതാകുന്ന ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. കുട്ടികളെ ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ നിർത്തിയാൽ എത്രാമത്തെ ഉയരമാണ് മധ്യമ ഉയരം? മധ്യമ ഉയരം എത്രാമത്തതാണെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമ്മൾ ടേബിൾ മാറ്റി എഴുതണം. ടേബിളിൽ ഇവിടെ എഴുതുന്നത് ബിലോ എന്നാണ് കേട്ടോ. ബിലോ 150ൻ്റെ താഴെ, 150ൻ്റെ താഴെ മാർക്കുള്ള കുട്ടികൾ അല്ലേ? 100 ഹൈറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇവിടെ 6 അപ്പോൾ ഞാൻ ആ 6 എഴുതി, 6 ഇവിടെ എഴുതി, 6. ഇനി അടുത്തത് ബിലോ 155, 155ൻ്റെ താഴെ ആ 6ക്ക് 12 കൂട്ടണം, 18 വരിക, 18 വരിക അല്ലേ? ഇവിടെ 18 വരിക. ഇനി അടുത്തത് 18ക്ക് 2 കൂട്ടണം, 20 വരിക, 20 വരിക. ഇനി അടുത്തത് ആ 20ക്ക്
5 കൂട്ടണം, അപ്പം 25 വരിക അല്ലേ, 25 വരിക, 25. ഇനി അപ് ടു 170 ബിലോ 170 150 താഴെ ആ 25ക്ക് 11 കൂട്ടണം, അപ്പോൾ അവിടെ 36 അല്ലേ വരിക, 36 എന്ന് വരും. ഇനി അപ് ടു ബിലോ 175 175ൻ്റെ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 36ക്ക് 9 കൂട്ടുക 45 എന്ന് വരും, 45 എന്ന് വരും. ഓക്കെ അല്ലേ. ഞാൻ അടുത്ത് ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പൊസിഷൻ ഓഫ് മീഡിയൻ ആണ്, മധ്യമത്തിൻ്റെ സ്ഥാനമാണ് ചോദിച്ചത്. അതെന്ന് പറഞ്ഞാൽ n+1/2 ആണ്. n+1/2 എന്ന് പറഞ്ഞാൽ 45 + 1/2, 45 + 1/2, 45 + 1 എന്ന് പറഞ്ഞാൽ 46, 46നെ 2 കൊണ്ടായിരിക്കുമ്പോൾ 23. അപ്പോൾ ഈ 23ാമത്തെ ആൾ എവിടെയാണ് വരിക? ഈ 20ൻ്റെയും 25ൻ്റെയും ഇടയ്ക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ 20നും 25നും ഇടയ്ക്കുള്ള ക്ലാസ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതൊന്ന് മാർക്ക് ചെയ്യാണ്, 20ൻ്റെയും 25ൻ്റെയും ഇടയ്ക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇത് 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്ന് നമുക്കിതിൽ വരച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോവാം, ഇങ്ങനെ ഒരു ഫിഗർ പോലെ ഇങ്ങനെ വരച്ചിട്ട് ചെയ്തു പോവുക. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒരു അരിത്തമറ്റ് സീക്വൻസ് സമാന്തര ശ്രേണി വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ശ്രദ്ധിച്ചോ. ഒന്ന് ചെയ്യുന്നതാണ് ഇതിൽ ആദ്യം ഒരു കോമൺ ഡിഫറൻസ് കണ്ടെത്തുക, പൊതുവ്യത്യാസം കണ്ടെത്തുക. ഇതെല്ലാത്തിനും വേണ്ടതാണ്, എല്ലാ മെത്തേഡിനും വേണ്ടതാണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതാണ് പദങ്ങൾ, ഇതാണ് അതിൻ്റെ സ്ഥാനം. അപ്പോൾ 165 160 കുറയ്ക്കുക, 165 കുറയ്ക്കണം 160 ബൈ 25 20 കുറയ്ക്കുക, 25 കുറയ്ക്കണം 20. 165 160 കുറയ്ക്കുമ്പോൾ 5 വരിക അല്ലേ, ബൈ 25 20 കുറയ്ക്കുമ്പോഴും 5 വരിക, 5/5 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇനി നമ്മളിത് എഴുതാൻ പോവുകയാണ്. ഇവിടെ ഉള്ളത് 160 അല്ലേ, 160. നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 160 161 162 163 164 165 അങ്ങനെ എഴുതി. പൊതുവ്യത്യാസം ഓരോന്ന് കൂട്ടി എഴുതിട്ടോ. പൊതുവ്യത്യാസം 2 ആണെങ്കിൽ 2 കൂട്ടി എഴുതേണ്ടത്, കോമൺ ഡിഫറൻസ് 2 ആണെങ്കിൽ 2 ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇവിടെ 20 ഉള്ളത് അല്ലേ. നമ്മൾ തുടങ്ങുന്നത് 20ന് ശേഷമുള്ള ഒരു സ്റ്റെപ്പ് അപ്പുറത്ത്, ഏതാ 21 കേട്ടോ. അപ്പോൾ 21 തൊട്ടാണ് തുടങ്ങേണ്ടത്, 20ൽ തുടങ്ങരുത്, 20ൽ തുടങ്ങരുത്, 21ൽ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും നടുക്കായിരിക്കും 21 വരിക, ഇതിൻ്റെ 2ൻ്റെയും നടുക്കായിരിക്കും 22 വരിക, ഇതിൻ്റെ 2ൻ്റെയും നടുക്കായിരിക്കും 23 വരിക, ഇതിൻ്റെ 2ൻ്റെയും നടുക്കായിരിക്കും 24 വരിക, ഇതിൻ്റെ 2ൻ്റെയും നടുക്കായിരിക്കും 25 വരിക കേട്ടോ, 25 വരിക. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും ഈസി ആയിട്ട്. നോക്കിക്കേ, ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റ് ഹൈറ്റ് ഓഫ് 21st സ്റ്റുഡൻറ്റ്? 21ാമത്തെ കുട്ടിയുടെ ഉയരം സങ്കല്പ പ്രകാരം എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ. എടാ 21 എന്ന് പറഞ്ഞാൽ 160ൻ്റെയും 161ൻ്റെയും ഇടയ്ക്കല്ലേ. അപ്പോൾ 21ാമത്തെ കുട്ടിയുടേത് കണ്ടെത്താൻ 160ൻ്റെയും 161ൻ്റെയും നടുക്കുള്ള നമ്പർ 160 അല്ലേ, 160.5 അല്ലേ. അപ്പോൾ ഇതാണ് 21ാമത്തെ കുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ എന്താ? മീഡിയൻ കണ്ടെത്താനാണ് ചോദിച്ചത്, മധ്യമം കണ്ടെത്താനാണ് ചോദിച്ചത്. മീഡിയൻ മധ്യമം. അപ്പം മധ്യമം കണ്ടെത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നോക്കിയേ. മധ്യമത്തിൻ്റെ പൊസിഷൻ എഴുതി വെച്ചിട്ടുണ്ട്, മധ്യമത്തിൻ്റെ സ്ഥാനം എഴുതി വെച്ചിട്ടുണ്ട് 23 എന്നാണ് അല്ലേ. ഈ ഇതിൽ നോക്കുക, 23 എന്ന് പറയുന്നത് വരുന്നത് 160ൻ്റെയും 163ൻ്റെയും ഇടയ്ക്കാണ് അല്ലേ. 162ൻ്റെയും 163ൻ്റെയും ഇടയ്ക്ക് വരുന്നത് 162.5 162.5 അല്ലേ. അപ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 162.5. അപ്പോൾ അതാണ് അതിൻ്റെ മീഡിയൻ മധ്യമം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരച്ച് ചെയ്യുക. ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നമ്പർ ഇവിടെ 165 നിന്നുകൊണ്ടല്ലേ, ഇവിടെ ഒരു 200 ആണെങ്കിൽ ഇതിങ്ങനെ ഫുള്ള് എഴുതി പോകേണ്ടി വരും അതുവരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഇതിനുണ്ട്. പക്ഷേ സാധാരണ അങ്ങനെ വരാറില്ല, നമുക്ക് പെട്ടെന്ന് എഴുതിയാൽ കിട്ടാവുന്നതേ വരാറുള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡും കൂടി ഞാൻ ഇത് വെച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തി?
അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞു 23 എന്ന്. എന്നിട്ട് ഡി കണ്ടെത്തി. ഇതിൻ്റെ കൂടെ തന്നെ d/2 കൂടിയും കണ്ടെത്തി വയ്ക്കുക. d/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫാണ്, അരയാണല്ലേ, 1/2 ഹാഫ് അല്ലെങ്കിൽ 0.5 എന്ന് എഴുതി വെച്ചാലും മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 ഇവിടെ ഉണ്ട്, നമുക്ക് കണ്ടെത്തേണ്ടത് 21ാമത്തതാണ് അല്ലേ. ഇത്രയേ ഉള്ളൂ പരിപാടി. 20ൻ്റെ നേരെയുള്ള 160 അല്ലേ, ആ 160ക്ക് d/2 ആഡ് ചെയ്ത് കൊടുക്കുക. 160ക്ക് d/2 ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 160 പ്ലസ് അര, 160 പ്ലസ് d/2 എന്ന് പറഞ്ഞാൽ അരയല്ലേ കിട്ടിയത്. അപ്പോൾ 160 പ്ലസ് അര എന്ന് പറയുമ്പോൾ 160 എന്ന് വരും. 160 പ്ലസ് അര എന്ന് പറയുന്നത് 160 എന്ന് വരും. അതാണ് 21ാമത്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ മീഡിയൻ ആണ് ചോദിച്ചത്. മീഡിയൻ, മധ്യമം അല്ലേ. മീഡിയൻ മധ്യമം കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പൊസിഷൻ നമുക്കറിയാം 23 ആണല്ലോ. ഇവിടെ 21ാമത്തെ ഉണ്ട്. 21ാമത്തേക്ക് എത്ര കൂട്ടിയാൽ, എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ, എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 23ാമത്തെ കിട്ടും? 2d അല്ലേ, പഠിച്ചതല്ലേ. അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി പഠിച്ചതല്ലേ. 21ക്ക് 2d കൂട്ടിയാലല്ലേ 23 കിട്ടുക. 21ാമത്തത് 160 ഐക്ക് 2d എന്ന് പറഞ്ഞാൽ 2 × 1 കൂട്ടുക അല്ലേ. ഡി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 1 അല്ലേ. അപ്പോൾ 2 × 1 കൂട്ടുക. 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2 160ക്ക് കൂട്ടുമ്പോൾ 162.5. ഇപ്പോഴും നേരത്തെ കിട്ടിയതിനെ കിട്ടിയില്ലേ, 162.5. അപ്പോൾ ഇതാണ് അതിൻ്റെ മീഡിയൻ, മധ്യമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു വൈദ്യുതി ഉപയോഗമാണ് കേട്ടോ, യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മളിവിടെ ടേബിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ചോദ്യം തന്നെ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എഴുതണം, അതേപോലെ തന്നെ ഇതിൻ്റെ 27ാമത്തെ വീടിൻ്റെ ഉപയോഗം എത്രയാണെന്ന് എഴുതണം, മധ്യമം മീഡിയൻ എത്രയാണെന്നൊക്കെ എഴുതണം. അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ടേബിൾ മാറ്റി എഴുതി അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിലോ എന്ന് പറഞ്ഞിട്ട് എഴുതി. ബിലോ, ഇതിന് താഴെ യൂസേജ് ഉള്ള എത്ര പേരുണ്ട്? 4 വീടുകളുണ്ട് അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതി. ഇനി അടുത്തത് 120ൻ്റെ താഴെ. 120ൻ്റെ താഴെ എന്ന് പറയുന്നത് 4ഉം ഈ 10ഉം കൂട്ടുമ്പോൾ 14 എന്ന് കിട്ടും അല്ലേ. അവിടെ 14 എന്ന് വന്നു. ഇനി അടുത്തത് ബിലോ 180, 150ൻ്റെ താഴെ. ആ 14ക്ക് 12ഉം കൂടെ കൂട്ടുക 26 അല്ലേ കിട്ടുക അല്ലേ. 26. ഇനി 26ക്ക് ഈ 15ഉം കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 41 കിട്ടും അല്ലേ. 41 കിട്ടും അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് 41ക്ക് 14 കൂട്ടുക. 41ക്ക് 14 കൂട്ടുമ്പോൾ 5 55 കിട്ടും. ഇനി അടുത്തത് ഈ 55ക്ക് 4 കൂട്ടുക, 59 അല്ലേ. 59. ഇനി ഇതിൻ്റെ മീഡിയൻ്റെ പൊസിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല അതിൽ. അപ്പോൾ നമ്മളിതിൽ ഏതായാലും കണ്ടെത്തണം, അത് കണ്ടെത്തിയാലേ പറ്റുള്ളൂ കേട്ടോ. പൊസിഷൻ ഓഫ് മീഡിയൻ, മധ്യമത്തിൻ്റെ സ്ഥാനം കേട്ടോ, മധ്യമ സ്ഥാനം എഴുതാണ്. ഇക്വേഷൻ നമുക്കറിയാം n+1/2 ആണ് അറിയാം അല്ലേ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 60 എന്ന് കൊടുക്കുക. അപ്പോൾ 60 + 1/2. അപ്പോൾ 60 + 1 അല്ല, ഇവിടെ n 59 അല്ലേ. അപ്പോൾ 59 + 1 ആണേ. 59 + 1/2. അപ്പോൾ 60/2 വരും. 30 അല്ലേ കിട്ടുക. ഇവിടെ 59 ആണേ. 59 + 1/2, 60/2 30 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ 30 എന്നുള്ളത് ഇതിലെവിടെയാണ് വരിക നോക്കുക. ഇതാ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഈ 30 വരിക അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടെത്തി വെക്കണം. കണ്ടെത്തേണ്ട കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടെത്തി വെക്കണം. എങ്ങനെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണുക പറഞ്ഞ്? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 240 150 കുറയ്ക്കുക. 240 കുറയ്ക്കണം 180 അതേപോലെ 41 26 കുറയ്ക്കുക. 41 കുറയ്ക്കണം 26 അല്ലേ. അപ്പോൾ 240 നിന്ന് 180 കുറയ്ക്കുമ്പോൾ 60 എന്ന് കിട്ടും. 60 എന്ന് കിട്ടും ബൈ 60 ഒന്ന് ക്ലിയർ ആക്കി എഴുതാം നമുക്ക്. 60 എന്ന് കിട്ടും ബൈ 41 നിന്ന് 26 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 15.
അല്ലേ? 60-നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 4 എന്ന് കിട്ടും. അപ്പോൾ ഡി കിട്ടി. അതിൻ്റെ കൂടെ തന്നെ d/2 കണ്ടെത്തി വയ്ക്കുക. അതായത് 4-ൻ്റെ പകുതി എത്രയാ? 2. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യം കണ്ടെത്തണം. ഒന്ന്, മധ്യമത്തിൻ്റെ സ്ഥാനം, പൊസിഷൻ ഓഫ് മീഡിയം കണ്ടെത്തി. എന്നിട്ട് അതിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടെത്തി. എന്നിട്ട് അതൊന്ന് d/2, കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ്, പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കണ്ടെത്തി വെച്ചു. ഇനി ചോദ്യം നോക്കിക്കോ. ഇതിൻ്റെ 27ാമത്തെ വീടിൻ്റെ ഉപയോഗം എത്രയാണെന്നാണ് ചോദിച്ചു. 27ാമത്തത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 27ാമത്തെ വീടിൻ്റെ വൈദ്യുതിയുടെ ഉപയോഗം ചോദിച്ചത്. 26-ന് നേരെ 180 അല്ലേ? ആ 180ക്ക് d/2 കൂട്ടിയ ആൻസറായി. 180 പ്ലസ് d/2 എന്ന് പറഞ്ഞാൽ 2 180ക്ക് 2 കൂട്ടുമ്പോൾ 182 എന്ന് കിട്ടും. 182 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ 27ാമത്തെ വീടിൻ്റെ ഉപയോഗം. ഇനി അടുത്തത് എന്താ? മീഡിയൻ, മധ്യമം കണ്ടെത്താനാണ് അല്ലേ? അപ്പം മീഡിയൻ, മധ്യമം കണ്ടെത്താനാണ് ബി ക്വസ്റ്റ്യൻ. മീഡിയൻ, മധ്യമം. ഈ മധ്യമത്തിൻ്റെ സ്ഥാനം, പൊസിഷൻ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രാമത്തെ? 30ാമത്താണ്. അപ്പം 30ാമത്തെ ടേമാണ് കണ്ടെത്തേണ്ടത്, 30ാമത്തെ പദമാണ് കണ്ടെത്തേണ്ടത്. അതിനിവിടെ നമ്മൾ കണ്ടെത്തിയത് 27ാമത്തതാണ്. 27ാമത്താണ്. ഈ 27ാമത്തെ പദത്തേക്ക് 27ാമത്തെ ടേമിക്ക് 3d കൂട്ടിയാലല്ലേ 30ാമത്തെ കിട്ടുക? 27ാമത്തെ കിട്ടിയത് എത്രയാ? 182 അല്ലേ? 182. ആ 182 പ്ലസ് 3 ഇൻറ്റു ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം നമ്മൾ എത്രയാണ് കണ്ടെത്തിയത്? 4 കണ്ടെത്തിയത് അല്ലേ? എത്ര കണ്ടെത്തിയത്? 4 അല്ലേ? അപ്പോൾ ആ 4 അവിടെ കൊടുത്തു. d/2 അറിയാതെ കൊടുത്തേക്കരുത്, 4 കൊടുക്കേണ്ടത്. 4 ഈക്വൽ ടു 182 പ്ലസ് 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 എത്രയാ? 3 ഇൻറ്റു 4 12 അല്ലേ? കൂട്ടുമ്പോൾ 194 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ മീഡിയൻ, മധ്യമം. 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ തരത്തിലുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യുക. 2 രീതിയിൽ ചെയ്ത് തന്നു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്ന രീതിയാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഈ ചാപ്റ്റർ നമ്മൾ ഈ ഒരു 3 പോയിന്റ് പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും കളക്ട് ചെയ്യുക, അത് ചെയ്ത് നോക്കുക, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, മിനിമം ഒരു 6 അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും അത്യാവശ്യം മാർക്കുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.